പ്രതിരോധത്തിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ തുടക്കത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് തന്നെ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടൊക്കെ കടകംപള്ളി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിൽ നിന്നും ഈ കൊള്ളയുമായി ബന്ധമില്ല, തനിക്ക് യാതൊരു അറിവുമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല, പോറ്റിയെ പോലെ ഒരാൾക്ക് ശബരിമലയിൽ ഇത്ര വലിയ സ്വാധീനം ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഇത്ര വലിയ ഇടപെടൽ അവിടെ നടത്തുക, തന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഇല്ലെങ്കിൽ കയ്യാളായി നിൽക്കുന്നതിലേക്ക് പോറ്റിയെത്തുക, അതൊക്കെ സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കടകംപള്ളിയിലേക്ക് SIT എത്താൻ ഇനി അധികം വൈകില്ലല്ലോ. കടകംപള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ളതാണ്. അന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ ഈ കൊള്ളയുമായി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡയറക്റ്റ്ലി ഒരു ബന്ധം ഇതുവരെയും SITക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. അത് സംബന്ധിച്ച തെളിവുകൾ ഇതുവരെയും SITക്ക് ലഭിച്ചതായിട്ട് അറിയില്ല. പക്ഷേ ചില മൊഴികൾ ലഭിക്കുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ പത്മകുമാറും ഒക്കെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആദ്യം അപേക്ഷ എത്തുന്നത് അന്നത്തെ ദേവസ്വം വകുപ്പിനാണ്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഈ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. അതൊരു മൊഴികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇത് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഒരു തെളിവുകൾ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ദേവസ്വം ബോർഡിന് ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന് ദേവസ്വം വകുപ്പിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം അന്നും ഇന്നും എപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി പറയുന്ന പോലെ ബന്ധമുണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഒരു ജാഗ്രത കുറവ് കടകംപള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പുകാരനെ ഒപ്പം നിർത്തുക, കൂടെ കൊണ്ടുനടക്കുക, അദ്ദേഹത്തിന്റെ പശ്ചാത്തലമൊക്കെ അറിയുക. കാരണം ഒരു മന്ത്രിയുടെ ഒക്കെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവര് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കാണിക്കേണ്ടതായിരുന്നു. തട്ടിപ്പുകാരെയൊക്കെ കൂടെ കൊണ്ടുനടക്കുക, അയാൾക്ക് വേണ്ടിയിട്ട് ഒപ്പം കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കുറച്ചുകൂടി ജാഗ്രത എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ തട്ടിപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം കടകംപള്ളിക്ക് ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും തെളിവുകൾ, വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ്. എന്തായാലും പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും നമ്മൾ ഈ ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ മൊഴി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിരിക്കുന്ന മൊഴി തന്നെയാണ് ഇത്. കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ട്, 2017 വരെയുള്ള ബന്ധമുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ചില സമ്മാനങ്ങളും പാരിതോഷികങ്ങളൊക്കെ പലർക്കും നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അത് പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് യാതൊരു തരത്തിലുമുള്ള സമ്മാനങ്ങളോ അല്ലെങ്കിൽ പണമോ ഒന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം താൻ ഇതുവരെയും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പല നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഗിഫ്റ്റുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലവരുടെയും യാത്രകൾക്ക് വേണ്ടിയുള്ള ടിക്കറ്റുകൾ, വിമാന ടിക്കറ്റുകളൊക്കെ എടുത്തു നൽകിയിട്ടുള്ള താനാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലാണ് ഈ ആളുകളെയൊക്കെ സ്വാധീനിക്കപ്പെടുന്നത്. ഒരു പക്ഷേ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകളെല്ലാം അങ്ങനെ എനിക്കിങ്ങനെ ഒരു തട്ടിപ്പ് നടത്താനുണ്ട്, അപ്പോൾ അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം, അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു തരാമെന്നായിരിക്കില്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെ കൂടെ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കുക, യാത്രാ ടിക്കറ്റുകൾ വളരെ ക്ലിയർ ആക്കി കൊടുക്കുക, മറ്റു സൗകര്യങ്ങൾ ചെയ്തൊക്കെ കൊടുത്താണ് ഇങ്ങനെ ഈ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അതേതെങ്കിലും സ്വാധീനങ്ങൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ SIT കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇടപാടുകൾ ദേവസ്വം വകുപ്പിന്റെയോ അതല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും. എന്തായാലും ഈ മൊഴി കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുരുക്കിലേക്ക് പോകും.